വയനാട്ടിലെ DCC ട്രഷറായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLA അടക്കം 3 കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം. DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. കെട്ടിച്ചമച്ച കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് IC ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ 2 ദിവസങ്ങളിലായി വാദം കേട്ട ശേഷമാണ് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസിൽ ഇന്ന് വിധി പ്രസ്താവിച്ചത്. KPCC പ്രസിഡന്റിന് എഴുതിയ കത്തുകൾ മരണക്കുറിപ്പായി പരിഗണിക്കണമെന്നും ഡയറിക്കുറിപ്പിലും ഫോൺ കോളുകളിലും സാമ്പത്തിക ഇടപാടുകൾക്ക് തെളിവുകൾ ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് IC ബാലകൃഷ്ണൻ MLA അഭിഭാഷകൻ TM റഷീദ് പറഞ്ഞു. തീർച്ചയായും അന്തിമ വിജയത്തിന്റെ ഒരു സൂചനയായി കാണുന്ന ഈ കേസ് നിലനിൽക്കുന്നതല്ല. അടുത്ത ഘട്ടത്തിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസിന് കോടതി എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, ചോദ്യം ചെയ്യൽ ഞങ്ങൾ വിധേയനാകും. ഒരു സംശയമില്ല കാര്യത്തിൽ അന്വേഷണ ഏജൻസിയോട് 100% സഹകരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം 3 നേതാക്കളെയും പ്രതി ചേർത്ത് കേസെടുത്തത്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസും ഇതിനോട് ബന്ധമുള്ള 3 വഞ്ചനാ കേസുകളും ഇനി മുതൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. അമൃത ന്യൂസ്, വയനാട്.